ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് വിയർഡ്. ഇത് ഇപ്പോഴും എനിക്ക് കുറച്ച് വിയർഡാണ്. അതായത് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയുന്ന സമയത്ത് ഐ ഹവ് നെവർ തോട്ട് ഐ വുഡ് ഡു സംതിങ് ലൈക്ക് ദിസ് ബിഫോർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ ഓൺ എ യൂട്യൂബ് ചാനൽ, ഐ വിൽ ബി റണ്ണിങ് എ യൂട്യൂബ് ചാനൽ, ഐ വിൽ ബി ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഫോർ എ യൂട്യൂബ് ചാനൽ. ഐ ഹവ് നെവർ ഈവൻ തോട്ട് ഇൻ മൈ വൈൽഡസ്റ്റ് ഓഫ് ഡ്രീംസ് ബിഫോർ. പക്ഷേ ഫൈനലി വി ആർ ഹിയർ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോണ്ടൻറ് ക്രിയേറ്റർ കൈൻഡ് ഓഫ് സ്റ്റഫാണ്, വിച്ച് ഐ നെവർ തോട്ട് ഐ വുഡ് ബി. പക്ഷേ പിന്നെ ഞാൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി നോൺ ആസ് എൻ ആക്ടർ. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി നോൺ ആസ് എൻ ആക്ടർ. ദാറ്റ്സ് ജസ്റ്റ് ദ ടാഗ് ഐ വാണ്ടഡ്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ച സമയത്ത് മേ ബി ആക്ടിങ് ഈസ് സംതിങ് വിച്ച് ഈസ് മൈ പാഷൻ. ഇറ്റ്സ് ബീൻ മൈ പാഷൻ ഫോർ എ ലോങ് ടൈം. അതിനുവേണ്ടി ഞാൻ കുറേ ട്രെയിൻ ചെയ്തു, കുറേ പഠിക്കാൻ പോയി, കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചു. ഐ സ്റ്റിൽ ആക്ട് ഇൻ മൂവീസ്, ഐ സ്റ്റിൽ ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ് നീഡഡ് ടു എന്താ പറയുക ഫൈൻഡ് മൈ ക്രാഫ്റ്റ് ഓഫ് ആക്ടിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ ന്യൂ ഫൗണ്ട് തിങ് ദാറ്റ് ഐ ഫൗണ്ട് ടു എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കയറി വന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്. വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ചെറിയ പ്രായം തൊട്ടേ ഞാൻ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. ഐ എം നോട്ട് റോങ്, ഐ റിമെമ്പർ കറക്റ്റ്ലി എൻ്റെ 6ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ട്, ചെറിയ പ്രായം തൊട്ട്, അതായത് അതിന് മുമ്പൊക്കെ തൊട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആനുവൽ ഡേകളിൽ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അല്ലെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് കയറുമായിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പരിചമുട്ടിന് മത്സരിക്കാൻ കയറിയിട്ട് സബ് ജില്ല, റവന്യൂ ജില്ലയിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് എ ഗ്രേഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഓൾവേസ് ലൈക്ഡ് ബീങ് ഓൺ ദ സ്റ്റേജ്. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് എംസിങ് ഇൻ മൈ ഹോൾ ലൈഫ്. ദാറ്റ്സ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഫൗണ്ട്. അതായത് സ്റ്റേജിൽ നിന്നിട്ട് ഓഡിയൻസിൻ്റെ ഒരു എനർജി പിടിക്കണം, അല്ലെങ്കിൽ ഒരു വൈഡ് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നൊരു ഇമോഷൻ ഉണ്ടല്ലോ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹവ് എക്സ്പീരിയൻസ് ദാറ്റ് സോർട്ട് ഓഫ് തിങ്. അതെൻ്റെ മൈൻഡിൽ ഇപ്പോഴും എന്നും ഓർത്തെടുക്കാൻ പറ്റാവുന്നൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് ഞാൻ എംസിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ +1 +2 വാസ് വെരി ബോറിങ്. അത് ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് ഫോർ മൈ +1 ആൻഡ് +2. ഞാൻ പഠിച്ചിരുന്നതും എനിക്കൊരു മീഡിയോക്കർ, എൻ്റെ ടൈപ്പിൽ എൻ്റെ സ്റ്റൈലിൽ പറ്റിയൊരു സ്കൂളായിരുന്നില്ല. അപ്പോൾ അവിടെ സ്പോർട്സ് ഡേ, ആർട്സ് ഡേ ഒക്കെ വരണ സമയത്ത് വി യൂസ് ടു സ്റ്റേ ഹോം. ഞങ്ങൾ വീട്ടിൽ ലീവ് എടുത്തിരിക്കാറാണ് നോർമലി പതിവ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഭൂരിഭാഗം ഫ്രണ്ട്സും. ഐ ഹവ് നെവർ ബീൻ ഇൻ ടു ദ സ്പോർട്സ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ആ ഒരു എന്താ പറയുക, സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് അത്ര ഞാൻ ഇറങ്ങി ആദ്യമേ നിന്നിട്ടില്ല. പക്ഷേ ആർട്സ് വാസ് മൈ എൻ്റെ തട്ടകമായിരുന്നു കല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഐ വാസ് ജസ്റ്റ് ഗിവിങ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ള സംഭവം. അപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഐ യൂസ് ടു ബി ദ ഹെഡ് ഓഫ് കോളേജ് റേഡിയോ. ഞാനും ഞങ്ങളുടെ ഒരു മാമും കൂടിയിട്ട്, 2 സ്റ്റാഫും കൂടിയിട്ടാണ് വി സ്റ്റാർട്ടഡ് ദ കോളേജ് റേഡിയോ ഐഡിയ. വി ബ്രോട്ട് ഒരു മാമാണ് ഐഡിയ കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ രാത്രിയൊക്കെ നിന്നിട്ട് കോളേജിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിന്നെ സൗണ്ട് സെറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരും നിന്നിട്ട് ഓരോ സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തതും ചെക്ക് ചെയ്തതും. ആൻഡ് ഐ കെപ്റ്റ് ഓൺ സെയിങ് കോളേജ് റേഡിയോൻ്റെ നമ്മുടെ റേഡിയോ റൂമിലിരുന്നിട്ട് ഐ ഹാവ് ടു കീപ്പ് ഓൺ സെയിങ് ലൈക്ക് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, മറ്റേ ഈ പറയണ റേഡിയോയിൽ പറയില്ലേ, യു ആർ ലിസ്ണിംഗ് ടു 91.9 റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഈ സാധനം ഞാൻ റേഡിയോ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി, കാരണം ഞങ്ങൾക്ക് അന്ന് കോളേജ് റേഡിയോയ്ക്ക് ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ കോളേജിലുള്ള ഭൂരിഭാഗം, ഞാൻ പഠിച്ച് തുടങ്ങി ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ വരെ മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഹാപ്പൻ ഇൻ അവർ കോളേജ്. ഞാൻ എംസിങ്ങിൽ നിന്നിട്ടുണ്ട്. സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ കോമ്പയറിങ് എംസിങ് ആയിട്ട് നിൽക്കും. റേഡിയോ ജോക്കിങ് ചെയ്യുമായിരുന്നു. ഐ യൂസ് ടു ഡു ലോട്ട് ഓഫ് ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാധനം ആളുകളുടെ മുമ്പിൽ വന്ന് അത് ഒരുപാട് ചെയ്യുമായിരുന്നു. ഐ ഹവ് ഓൾവേസ് ബീൻ എ കോൺവെർസേഷൻ മേക്കർ. ഐ ഹവ് ഓൾവേസ് ബീൻ എ ടോക്കർ ഫ്രം എ വെരി യങ് ഏജ്. ഇപ്പോൾ പുതിയൊരാളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ആക്ടിങ്ങിനേക്കാളും ടാലൻറ്റ് എനിക്ക് ഉള്ളത് ഈ പറയുന്ന പബ്ലിക് സ്പീക്കിംഗ്, വ്ളോഗിങ്, അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റിംഗ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്, എൻ്റെ മനസ്സിലുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഐഡിയനെ വേറൊരാളുടെ മനസ്സിലേക്ക് വാക്കുകളിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കഴിവ്, അതൊക്കെ ഐ ഹവ് ഓൾവേസ് ഹാഡ് ദാറ്റ്. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് വെൻ കോളേജിൽ സെമിനാറുകൾ അല്ലെങ്കിൽ സ്കൂളിൽ പ്രസൻറ്റേഷൻസ്, ക്ലാസ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഐ ഹവ് ഓൾവേസ് ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഐ എം നോട്ട് ബ്രാഗിങ് അബൌട്ട് മൈസെൽഫ്, പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കോളേജിൽ എൻ്റെ ഫൈനൽ സെമിനാർ ഞാൻ എടുത്തത് ബുർജ് ഖലീഫ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു.
ബുർജ് ഖലീഫയുടെ മറ്റേ ഫുൾ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് മറ്റേ ഞങ്ങൾ സെമിനാർ എടുക്കണമല്ലോ, ഫൈനൽ ഇയർ പ്രോജക്റ്റിന് മുമ്പ് സെമിനാർ ഉണ്ട്. അന്ന് ഞങ്ങളുടെ ടീച്ചർ മറ്റേ എൻ്റെ മാമിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് ഇത്രയും നന്നായിട്ട് നീ പഠിച്ചായിരുന്നെങ്കിൽ നീ എവിടെ എത്തിയാലേ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ആൻഡ് മൈ ക്ലാസ്മേറ്റ്സ് ഓൾസോ, അവർക്കും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ, എല്ലാം എനിക്കറിയാമെന്നല്ല, എനിക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉള്ളൊരു സാധനമാണെങ്കിൽ അത് മറ്റൊരാളുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് ഐ ഹവ് ഓൾവേസ് ഹാഡ് എ ടാലൻറ്റ് ഇൻ ദാറ്റ് സോർട്ട്, താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെയാണ് വ്ളോഗിങ്ങിലേക്ക് എത്തുന്നത്. ആൻഡ് നൗ ഐ ഹവ് കൈൻഡ് ഓഫ് ബിക്കം എ ഫുൾ ഫ്ലെജ്ഡ് കോണ്ടൻറ്റ് ക്രിയേറ്റർ, യൂട്യൂബർ. ആരോ കഴിഞ്ഞ ദിവസം ഞാൻ റെഡിറ്റിലിരിക്കുന്ന സമയത്ത് ഈ സാധനം കണ്ടു. അതായത് എൻ്റെ പേര് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരണത് യൂട്യൂബർ എന്നാന്ന് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഹാപ്പൻഡ്. ഇറ്റ് ഓൾവേസ് യൂസ് ടു ബി ആക്ടർ, IMDb പ്രൊഫൈലാണ് വരാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വരണത് യൂട്യൂബർ. കാരണം പ്രോബ്ലി ബിക്കോസ് ഐ എം മോർ ആക്റ്റീവ് ഓൺ യൂട്യൂബ് ദാൻ മൂവീസ്. സിനിമകൾ ഓരോന്നായിട്ട് വരുന്ന സമയത്ത് തന്നെ മാറുമായിരിക്കും. But I never wanted to be known as a YouTuber. I always wanted to be known as an actor. I am an actor. I still want to be an actor. പക്ഷേ YouTube is something that I enjoy. YouTube is something that you guys enjoy. അപ്പോൾ ഇതിൽ നിന്നൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, I am having fun creating this content. You are having fun. You are having, you know, ഒരു ഗുഡ് ടൈം വാച്ചിങ് ദിസ് കോണ്ടൻറ്റ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. പിന്നെ എന്താ പറയുക, ഇറ്റ്സ് എ അഡീഷണൽ ഇൻകം എല്ലാവരും പറയണ പോലെ. ഓൾസോ അതുണ്ട്, മോണിറ്ററി ഫാക്ടറും ഉണ്ട് അതിൽ, ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മളുടെ ബർത്ത്ഡേ വ്ളോഗിലാണോ ഏതൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഐ സെഡ് ഐ ഹാവ് എ കീൻ ഇൻട്രസ്റ്റ് ഓൺ ഫ്രേഗ്രൻസസ്. എനിക്ക് പെർഫ്യൂം അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയാനുള്ള പോലെ സ്പ്രേ, ഫ്രേഗ്രൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഒരു ലേറ്റ് ഫൗണ്ട് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട്. പണ്ട് തൊട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല. ഐ ഹവ് നെവർ യൂസ് പെർഫ്യൂംസ് ഇൻ ഏർലി ടൈംസ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊന്നും പെർഫ്യൂം എന്ന് പറയുന്ന സാധനം തൊടാറ്. അന്ന് ഞങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ചും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു പെർഫ്യൂമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്നും അടിക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജും കഴിഞ്ഞ് സിനിമയിൽ വരുന്ന സമയത്താണ് ഐ ഹേർഡ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ രൺബീർ കപൂർ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഓരോ പെർഫ്യൂം യൂസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് പെർഫ്യൂംസ് എന്ന് പറയുന്ന ഒരു സാധനത്തോടെ എനിക്കൊരു ഇത് വന്നു. പിന്നെ യൂട്യൂബിൽ ജെറമി ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. ആ പേജ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ലൈക്ക് നമ്മളെത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്മെല്ലാണ് ഒരാളുടെ അടുത്തേക്ക് എത്തുന്നത്. അതായത് ബിഫോർ വി സ്പീക്ക് ആർ യുനോ ഓർഡർ അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് റീച്ചസ് എ ന്യൂ സ്ട്രേഞ്ചർ. നമ്മളൊരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഫ്രേഗ്രൻസ് അവർക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഹൗ വി സ്മെൽ ദേ ഓൾറെഡി ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വരണത് ലുക്കിലും പിന്നെ വരുന്നത് ഫ്രേഗ്രൻസിലുമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓക്കെ. പിന്നെ ഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് ബന്ധുക്കൾ, അതായത് എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്മാർ, അവരൊക്കെ പുറത്ത് അപ്പോഴേക്കും ജോലിക്കൊക്കെ പോയതുകൊണ്ട് അവർ വരണ സമയത്ത് എന്താ വേണ്ടതെന്ന് നോക്കിയപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന ഫ്രേഗ്രൻസ് മതി. ജെറമി ഫ്രേഗ്രൻസ് പറഞ്ഞിട്ടാണ്, ഐ മീൻ ആ പേജിൽ കണ്ടിട്ടാണ് ദ വെരി ഫസ്റ്റ് ടൈം ഐ മെയ്ഡ് മൈ സിസ്റ്റർ ബൈ മി എ പെർഫ്യൂം. അത് ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ആ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ബോട്ട് എ പെർഫ്യൂം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഫ്രേഗ്രൻസസ്. എനിക്ക് ആ പെർഫ്യൂമുകളും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ പെർഫ്യൂമുകൾ, ഡിഫറെൻറ്റ് നോട്ട്സ്, അതിൻ്റെ ഓരോ ദർസ് എൻ ഇമോഷൻ ഇൻ പെർഫ്യൂംസ്. ഫ്രേഗ്രൻസുകൾക്കൊരു ഇമോഷൻ ഉണ്ട്. അതിൽ സ്വീറ്റ് ഉണ്ട്, സ്പൈസി ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചൻ്റ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്, ഹാർഡായിട്ട്, സോഫ്റ്റായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള നോട്ട്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര നോളജ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഐ ലൈക്ക് പെർഫ്യൂംസ്, ഐ ലൈക്ക് ഫ്രേഗ്രൻസസ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ടെന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗിൽ എവിടെയോ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു എൻ്റെയിലുള്ള പെർഫ്യൂംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ പോലും ഞാനിങ്ങനെ ഐ നോ ഐ എം സ്പീക്കിംഗ് ലോട്ട്, പക്ഷേ ബെയർ വിത്ത് മീ. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പെർഫ്യൂം കളക്ഷൻ വ്ളോഗാണ്. എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എൻ്റെ കളക്ഷനിലുള്ള പെർഫ്യൂംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. എ ലോട്ട് ഓഫ് പീപ്പിൾ വാസ് ഫോളോയിങ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിലൊക്കെ പെർഫ്യൂം വ്ളോഗ് എന്ന് വരുന്നൊക്കെ. അപ്പോൾ ദിസ് ഇസ് ദ ഫ്രേഗ്രൻസ് വ്ളോഗ്, പെർഫ്യൂം വ്ളോഗ്. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാനുള്ള, ഓരോ ഫ്രേഗ്രൻസിൻ്റെ പിന്നിലും എനിക്കൊരു കഥയുണ്ട്. അതും പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം. അതല്ലാതെ ഐ എം ഗോയിങ് ടു ഷോ യു ഗൈസ് the collection of perfumes that I have right now. It's not a huge collection, but it's not a small one either. അപ്പോൾ let's get into the video. Let's go. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കയ്യിൽ പല റേഞ്ചിലുള്ള പെർഫ്യൂംസ് ഉണ്ട്. ഇതിൽ
ഏറ്റവും ചീപ്പ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചിൽ ഉള്ള പെർഫ്യൂംസ് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ തൊട്ട് ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫ്രീഗ്രൻസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫ്യൂംസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. എന്താ പറയുക, മിസ്റ്റ് ഉണ്ട്, ഓതേ പെർഫ്യൂം ഉണ്ട്, ഓതേ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ പെർഫ്യൂം ഉണ്ട്, പിന്നെ പെർഫ്യൂം ഓയിൽ ഉണ്ട്. അങ്ങനെ പല പല ഇതുണ്ട്. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഓതേ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഓതേ പെർഫ്യൂം അങ്ങനത്തെ സാധനങ്ങൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരണത്. ഫസ്റ്റ് നമുക്ക് മിസ്റ്റിന്ന് തുടങ്ങാം. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ദുബായ് പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ കാണുന്നത്. അന്ന് അവിടെ കയറിയ സമയത്ത് കുറേ സാധനങ്ങൾ വലിച്ചു വരും. കാരണം എനിക്ക് തോന്നുന്നു 19 ദിർഹംസിൻ്റെ എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു, എവറിത്തിങ് ഓൾ ഫോർ 19 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 19 ദിർഹമിന് കടയിൽ നിന്ന് എന്തും മേടിക്കാം. എല്ലാം കൂടിയല്ല, ഒരു ഐറ്റത്തിന് 19 ദിർഹംസ്, അതായത് 199 200 ദിർഹംസുള്ള സാധനമൊക്കെ അന്ന് 19 ദിർഹംസിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ മറ്റേ ബോഡി ലോഷൻ അത് എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു സ്മെല്ല് കാരണം. അങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ യൂണിസെക്സ് ബ്രാൻഡ് ആക്ച്വലി. മോർ ടു, അതായത് പെണ്ണുങ്ങളുടെ പോലെ തോന്നും കാണുമ്പോൾ, പക്ഷേ ഇറ്റ്സ് എ യൂണിസെക്സ് ബ്രാൻഡ്. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ കുറേ മിസ്റ്റുകളുണ്ട്, ഫ്രേഗ്രൻസസ് അല്ല, പെർഫ്യൂംസ് അല്ല, മിസ്റ്റുകളുണ്ട്. മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ പെർഫ്യൂം ഇൻ ദിസ്, അതായത് പെർഫ്യൂമിൻ്റെ കോണ്ടൻറ്റ് ഏറ്റവും ലോ ആയിട്ടുള്ളതാണ് മിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും ഉള്ളത് മറ്റേ സ്പിരിറ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെ അടിക്കാം, കുറച്ച് നേരം നിൽക്കും, പെട്ടെന്ന് തന്നെ പോകും. അതായത് നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കാണാണ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മിസ്റ്റ് ഒന്ന് അടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസോൾവ് അല്ലെങ്കിൽ എയറിൽ ഇങ്ങനെ ഡിസിപ്പേറ്റ് ആയി പോകും. സോ ദിസ് ഇസ് കോൾഡ് ഡാർക്ക് വെൽവെറ്റ് ഊദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിസ്റ്റാണ്, ഫൈൻ ഫ്രേഗ്രൻസ് മിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ദിസ് സ്മെൽസ് അബ്സല്യൂട്ട്ലി അമേസിങ്. ഇതിൻ്റെ പ്രൈസ് വരണത് ഇതത്ര ചീപ്പല്ല, പക്ഷേ ഇത് നല്ല പ്രൈസിന് കിട്ടും ആക്ച്വലി. ഇത് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനത്തെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടാവും എപ്പോൾ പോയാലും. നമ്മുടെ ഫോർമാളിലുണ്ട് സാധനം. ഡാർക്ക് വെൽവെറ്റ് ഊതിൻ്റെ ഈ ഒരു ബോട്ടിൽ വരുന്നത് എനിക്ക് തോന്നുന്നു 75 ml ഒരു ബോട്ടിൽ വരുന്നത് 1000 ആണ്, 999 ആണ് ഇതിൽ എഴുതിയത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ സ്പെൻഡ് ദിസ് മച്ച് മണി ഓൺ ദ മിസ്റ്റ്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചൊരു മിസ്റ്റാണ്. ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്നു 499 500 രൂപ കൊടുത്തിട്ട് കണ്ട് മേടിച്ചാണ്. പക്ഷേ ഇത് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം. നമുക്ക് കാറിലൊക്കെ വയ്ക്കാം, അതായത് ചെറിയ ബോട്ടിലാണ്, ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാം. പിന്നെ ഒരു മനസ്സിനൊരു വിഷമമില്ലാതെ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ എയറിലൊന്നും അടിച്ചാലും നമുക്ക് മനസ്സിൽ നിന്നൊരു വിഷമം വരില്ല, അയ്യോ എൻ്റെ 5 രൂപ 10 രൂപയാണ് പോകണമെന്നുള്ളത്. കാരണം 500 രൂപയുള്ളൂ. ആൻഡ് ദ സ്മെൽ സോ നൈസ്. നമ്മുടെ ഊതില്ലേ, അറബിക് ടച്ചുള്ള പോയി നമ്മുടെ അറബിക് ടച്ചുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത്. സാൻഡൽവുഡ്, അതായത് ചന്ദനം, പിന്നെ വെൽവെറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ട്രൈ ദിസ് വൺ ഇഫ് യു ഗോ ടു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ഇഫ് യു ലൈക്ക് ഇറ്റ് യു ഷുഡ് ഗെറ്റ് ഇറ്റ്. അതാണ് ആദ്യത്തെ മിസ്റ്റ്. പിന്നെ എൻ്റെ കയ്യിൽ കുറേ മിസ്റ്റുകളുണ്ട്, പക്ഷെ അതൊക്കെ എവിടെ കിടക്കണമെന്നുള്ളത് എനിക്കറിയില്ല. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെയാണ് കൂടുതലും മിസ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ ലക്ഷദ്വീപിലുള്ള സമയത്ത്, എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ദിസ് ഈസ് എ ഗേൾസ് സ്റ്റഫ്, അതായത് പെൺകുട്ടികളുടെ സംഭവമാണ്. പക്ഷേ ഐ സ്റ്റിൽ ലൈക്ക് ഇറ്റ്, അതുകൊണ്ട് ഞാൻ മേടിച്ച് വെച്ചത്. ഞാൻ അടിക്കാറൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ മേടിച്ചാണ്. ഈ ബോട്ടിൽ എനിക്ക് തോന്നുന്നു 500 തന്നെയായിരുന്നു. ഇത് 30 ml ഉള്ളൂ. ദിസ് ഇസ് പ്രെറ്റി, ഐ മീൻ നോട്ട് ദാറ്റ് ചീപ്പ്. ഇത് വരണത് എൻ്റെ ഹീറോയിൻ അന്ന് എൻ്റെ കൂടെ അഭിനയിച്ച ഋതിയുടെ ബാഗിൽ, ഹാൻഡ് ബാഗിൽ ഷീ യൂസ് ടു ഓൾവേസ് ക്യാരി വൺ ഓഫ് ദീസ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, സ്ട്രോബെറിയാണ് ഇതിൻ്റെ സ്മെല്ല്. അപ്പോൾ ചുമ്മാ ഒരു പ്രാവശ്യം ഞാൻ ബോഡി ഷോപ്പിൽ പോയ സമയത്ത്, ബോഡി ഷോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മിസ്റ്റാണ്. ചുമ്മാ അല്ല, ഇത് മിസ്റ്റ് അല്ല ആക്ച്വലി, ഇത് ഊത് ടോയ്ലറ്റാണ്. അപ്പോൾ മിസ്റ്റിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, പെർസെൻറ്റേജ് ഓഫ് ഫ്രീഗ്രൻസ് പെർഫ്യൂം കൂടുതലുള്ള സാധനത്തിനാണ് ഓതേ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. മിസ്റ്റിന് മുകളിൽ ഓതേ ടോയ്ലറ്റ്. അപ്പോൾ ഓതേ ടോയ്ലറ്റ് ആണ്, 30 ml ആണ്, 500 700 അങ്ങനെ എന്തോ ആയിരുന്നു. ആൻഡ് ദിസ് സ്മെൽസ് റിയലി നൈസ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബോഡി ഷോപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്. ബോഡി ഷോപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബോഡി ഷോപ്പ് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. ദേ കീപ് ചേഞ്ചിങ്. അതായത് അവരുടെ ഓരോ ബാച്ച് പെർഫ്യൂം ഇറങ്ങുമ്പോഴും അതിൻ്റെ ആ ഒരു നോട്ട്സിൽ ചെറിയ വ്യത്യാസം വരും. അതായത് സെയിം സ്ട്രോബെറി ഫ്രേഗ്രൻസ് തന്നെയാണെങ്കിലും അതിൽ ചെറിയൊരു വ്യത്യാസം വരും. ഐ ഡോണ്ട് യൂഷ്വലി യൂസ് ദാറ്റ്. പക്ഷേ ദിസ് ഗിവ്സ് മീ വെരി നൈസ്. ഒരു നമുക്ക് കാറിലെ എയർ ഫ്രഷ്നറൊക്കെ ആയിട്ട് അടിക്കാം.
പെൺപിള്ളേർക്ക് ചേരും. പെൺപിള്ളേർക്ക് ആക്ച്വലി ഇത് നല്ല രസമായിരിക്കും. പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ആ ഫ്രേഗ്രൻസ് ചേരില്ല. ഇനിയിപ്പോൾ മിസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ മിസ്റ്റ് ബാക്കിയൊക്കെ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ഓദി ടോയ്ലറ്റിലേക്ക് നേരിട്ട് കയറാം. ഫസ്റ്റ് ഓദി ടോയ്ലറ്റ് നിങ്ങൾ കണ്ടു, ബോഡി ഷോപ്പിൻ്റെ സ്ട്രോബെറി. പിന്നെ ഇനി ചെറിയ ചെറിയ ബോട്ടിലുകളിൽ നിന്ന് വലിയ വലിയ ബോട്ടിലുകളിലേക്ക് പോവാം. പെട്ടെന്ന് പോവാം. ഇത് ജി ബെല്ലിനി എന്ന് പറഞ്ഞിട്ട് എക്സ് ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ജി ബെല്ലിനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓദി ടോയ്ലറ്റാണ്. 50 ml ബോട്ടിലാണ്. ഐ ഡോണ്ട് റിയലി ലൈക്ക് ദിസ് പെർഫ്യൂം ആക്ച്വലി. ഇത് ഒരു എന്താ പറയുക, ഫ്രൂട്ടി നോട്ടുള്ള ഫ്ലേവറാണ്. ദിസ് ബോട്ടിൽ ലുക്സ് നൈസ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴും വെച്ചത്. പിന്നെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. കാണാൻ പറ്റുന്നോ? ഓക്കെ. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രേഗ്രൻസുകൾ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എല്ലാ ഫ്രേഗ്രൻസുകളും എനിക്ക് പറ്റില്ല. ചില ഫ്രേഗ്രൻസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. ഈ പറയണ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഓവർലി സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് എനിക്കൊട്ടും സൂട്ടബിൾ അല്ല. എനിക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടിയാലും തലവേദന എടുക്കും. ഐ ഫീൽ നോഷ്യസ് അറ്റ് ടൈംസ്. അങ്ങനത്തെ മണമുള്ളൊരു സാധനമാണ് ജി ബെല്ലിനി. ഇതിൽ എല്ലാത്തിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെർഫ്യൂമുകൾ പകുതി മുക്കാലും അല്ല, 95% ഓഫ് ഓൾ ദീസ് പെർഫ്യൂംസ് ദാറ്റ് ഐ ഹാവ് ഐവ് നെവർ സ്പെൻഡ് എ സിംഗിൾ പെന്നി. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല. എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടന്മാർ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പോയി വരണ സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് വേണ്ടതെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും ഓക്കെ എനിക്കിത് മതി, ഇന്ന പെർഫ്യൂം ഇന്ന ബ്രാൻഡ് ഇത്ര ml എന്ന് പറയും. അപ്പോൾ അവർ മനസ്സോടെയാണെങ്കിലും അവർ മേടിച്ചുകൊണ്ട് വരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള ഫ്രേഗ്രൻസുകളാണ് ഇതെല്ലാം ഭൂരിഭാഗവും. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. ഈ ബോഡി ഷോപ്പിൻ്റെയും ഈ പറയുന്ന ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെയും കാണിച്ച മിസ്റ്റും ടോയ്ലറ്റൊക്കെ ഞാൻ മേടിച്ചാണ്. കെന്നത്ത് കോളിൻ്റെ ദിസ് ഇസ് റിയലി ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്, റിയാക്ഷൻ ടീഷർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു എന്താ പറയുക, ഒരു സിന്തറ്റിക് ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. കുറച്ച് ഇപ്പോൾ ഒരു ടെക്നോ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതായത് ഭയങ്കര നമ്മൾക്ക് ചില്ല് ചെയ്ത് നാട്ടുമ്പുറത്ത് നമ്മൾ ഈ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ടീഷർട്ടൊക്കെ വെയർ ചെയ്ത് എവിടെയെങ്കിലും പോകില്ലേ, അങ്ങനത്തെ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇഫ് യു ആസ്ക് മീ എനിക്കിത് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കിത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നത്. അതിവിടെ മാറിയിരിക്കട്ടെ. പിന്നെ ഈ ലിക്വസ്റ്റ്, ഇത് എൻ്റെ ഫ്രണ്ട് ഐഷു എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. കാനഡയിൽ നിന്ന് വന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു പെർഫ്യൂം. ഏത് പെർഫ്യൂമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവൾ മേടിച്ചുകൊണ്ടാണ് ലക്കോസ്റ്റിൻ്റെ എസെൻഷ്യൽസ്. ദിസ് ഈസ് ഓൾസോ എ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രേഗ്രൻസ് വിച്ച് ഇസ് വെരി ഫ്രഷ്. ഈ ബോട്ടിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഗ്രീൻ കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഓദി ടോയ്ലറ്റ് തന്നെയാണ്. 75 ml ആണ്. ഇതിൻ്റെ മുകളിൽ എഴുതിയുണ്ട് എൻജോയ് യുണീക്ക് ഫ്രഷ് ആൻഡ് സ്പൈസി നോട്ട്സ് on an elegant woody base and experience the spirit of freedom. ഓക്കെ. അപ്പോൾ മറ്റേ ആ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള, ഫ്ലോറൽ അല്ല എന്നാൽ കുറച്ച് വുഡിയും കുറച്ച് സ്പൈസിയും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ ദിസ് ഈസ് എ ഗുഡ് ഫ്രേഗ്രൻസ്. ഐ ഡോണ്ട് യൂസ് ദിസ് മച്ച്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദർ ആർ എ കപ്പിൾ ഓഫ് ഫ്രേഗ്രൻസസ് വിച്ച് ഐ എം യൂസ് ടു. ഞാൻ അത് തന്നെയാണ് എല്ലാ ഒക്കേഷൻസിലും വെയർ ചെയ്യുക, ഭൂരിഭാഗവും കൂടുതലും. അപ്പോൾ ലക്കോസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി ഓക്കെ, എനിക്ക് മെയിനായിട്ട് പെർഫ്യൂമുകൾ കൊണ്ടുതരുന്ന 2-3 പേരുണ്ട്. അതായത് ഇതിൽ കൂടുതലും അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഒരെണ്ണം എൻ്റെ ചേച്ചി റോഷ്നി, രണ്ടാമത്തെ എൻ്റെ ചേട്ടൻ ദിലിച്ചേട്ടൻ, പിന്നെ അനൂപേട്ടൻ, പിന്നെ ജിജിത്തേട്ടൻ. ഇവരൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും ഈ വിളിച്ച് പറഞ്ഞിട്ട് പെർഫ്യൂംസ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ദിലീപേട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രേഗ്രൻസസ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പുള്ളിയുടെ കാറിൽ നിന്ന് ഞാൻ അടിച്ചുകൊണ്ട് വന്നൊരു സാധനമാണ്. ഞാൻ ദുബായി പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് പുള്ളി കാറിൽ അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനം കുപ്പി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഓദി പെർഫ്യൂമാണ്. പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിനേക്കാളും കോൺസെൻട്രേഷൻ ഉണ്ട് ഇതിൽ പെർഫ്യൂം. ദിസ് ഇസ് എൻ അമേസിങ് ഊദ് ഫ്രേഗ്രൻസ്. എസെൻസ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ദ ബോട്ടിൽ ലുക്സ് എക്സ്ട്രീംലി ഗുഡ്. അതായത് കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിലിങ്ങനെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എൻ ഊദ് ഫ്രേഗ്രൻസ്. ഇത് 50 ml ആണ്, അല്ല 100 ml ആണ്. 100 ml UAE ബേസ്ഡ് ഒരു കമ്പനിയാണ് എസെൻസ. സോ ദിസ് ഇസ് റിയലി ഗുഡ് ഫ്രേഗ്രൻസ് വിച്ച് ഐ യൂസ്. ഇത് കുറേ നേരം നിൽക്കും. പെർഫ്യൂമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 hours 5 to 8 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. നല്ല ബ്രാൻഡിൻ്റെ പെർഫ്യൂം ആണെങ്കിൽ ചിലപ്പോൾ അത് ഒരു ഫുൾ ഡേ കഴിഞ്ഞാലും പിറ്റേ ദിവസം നമ്മൾ ഇട്ട് കഴിഞ്ഞ് അഴിച്ചിടുന്ന ഡ്രസ്സ് എടുത്ത് മണത്ത് നോക്കില്ലേ, അപ്പോഴും ഇതിൻ്റെ സ്മെല്ല് അതിലുണ്ടാവും. ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഊദ് ഫ്രേഗ്രൻസ് ആണ്. ഐ ലൈക്ക് ദിസ് വൺ. എസെൻസ ആൽക്കെമി, എസെൻസയുടെ ആൽക്കെമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്.
ഇനി ഇതിൽ നിന്നും അടുത്ത പ്രൈസ് റേഞ്ചിൽ വരുന്നത് പോലീസിൻ്റെ ഒറിജിനലാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് അനൂപേട്ടൻ കൊണ്ടുവന്നതാണ്. ഇതെൻ്റെ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമല്ല, പപ്പയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാനത് അടിച്ചെടുത്താണ്. പോലീസിൻ്റെ ഫ്രേഗ്രൻസ് ആണ് ഇത്. ഇത് ഭയങ്കര ഒരു ഇതിപ്പോൾ ഞാൻ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് എൻ്റെ കളക്ഷനിലുള്ളതല്ല, പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നത്. ഇത് ഭയങ്കര ഫ്രൂട്ടി സ്മെല്ലാണ്. അതായത് എക്സ്ട്രീംലി ഫ്ലോറൽ നോട്ട്സാണ് ഇതിൻ്റെ മെയിൻ നോട്ട്സ്. എനിക്ക് ഓൾറെഡി തലവേദന എടുത്ത് തുടങ്ങി. എനിക്ക് ഫ്ലോറൽ നോട്ട്സ് ഒട്ടും പറ്റില്ല, എനിക്കിഷ്ടമല്ല. അതൊക്കെ പോട്ടെ. ഇനി ഞാൻ പറഞ്ഞ് പപ്പയ്ക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണിത്. ദിസ് ഈസ് എ ചീപ്പ് പെർഫ്യൂം. യു ഗൈസ് ക്യാൻ ഗെറ്റ് ഇറ്റ് ആക്ച്വലി. ഇത് വേൾഡിൽ ഉള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് നോട്ടിക്ക വോയാജ് എന്ന് പറഞ്ഞിട്ടാണ്. ദിസ് ഈസ് എ സീ ഫ്രേഗ്രൻസ്, ഓഷ്യൻ ഫ്രേഗ്രൻസ്. ദിസ് സ്മെൽസ് ലൈക്ക് ദി ഓഷ്യൻ. ദിസ് ലിറ്ററലി സ്മെൽസ് ലൈക്ക് ദി ഓഷ്യൻ. നമ്മൾ കടൽ മണക്കില്ലേ, അതായത് അങ്ങനെയല്ല, ഇപ്പോൾ കണ്ണി പോയതുകൊണ്ട് കടലിൻ്റെ ഒരു സ്മെല്ലില്ലേ, പക്ഷെ നല്ല സ്മെല്ല്. അതായത് വെള്ളം, അക്വ, അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ദിസ് ഇസ് എനിക്ക് തോന്നുന്നു ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് ഞാൻ. 2000 രൂപയോ അങ്ങാണ്ടായിട്ടുള്ളൂ. സോ യു ഗൈസ് ഷുഡ് ട്രൈ ദിസ് വൺ. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. ലാസ്റ്റ് ടൈം അത്യാവശ്യം ഒതേ പെർഫ്യൂം അല്ല, ടോയ്ലറ്റാണ്, പക്ഷേ അത്യാവശ്യം ലാസ്റ്റ് ടൈം. ആൻഡ് ദ സ്മെൽ ഇസ് ഓൾസോ എ കോംപ്ലിമെൻറ്റ് ഗെറ്റർ. ഇറ്റ്സ് നൈസ്. സമ്മർ ഫ്രേഗ്രൻസ് ആണ്. നമുക്ക് വേനൽക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെതറിനോടൊക്കെ ചേർന്ന് നിൽക്കാവുന്ന ഒരു സ്മെല്ലാണ് അതിൻ്റെ. ഇനി നമ്മൾ മെയിൻ ഐറ്റംസിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് ഞാൻ എക്സൈറ്റഡ് ആവാൻ പോകുന്ന സമയം. ഓക്കെ, ഇതിലേതെടുക്കും? ഓക്കെ, മോൺ ബ്ലാങ്ക് ലെജൻഡ്. ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഫ്രേഗ്രൻസുകളാണ്. ഇനി തമാശകളിൽ നിന്നു. മോൺ ബ്ലാങ്ക് ലെജൻഡ്, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫ്രേഗ്രൻസ് ഫോർ മെൻ. മോൺ ബ്ലാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതെല്ലാം കൂടി മിക്സായി. ഞാനത് അധികം ഉപയോഗിക്കാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ബോട്ടിൽ കഴിയാറായി. ഇതെനിക്ക് ആൻ ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആൻ ഉണ്ട്. ആൻ പുറത്തു പോയി വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഇതും പിന്നെ അന്ന് എനിക്ക് എന്തോ ഇഫ് ഐ എം നോട്ട് റോങ് കുറച്ച് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ എന്തോ ലോഷൻസ് അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇത് മോൺ ബ്ലാങ്ക് ലെജൻഡ് വിത്ത് ടോയ്ലറ്റ്സ്, വിച്ച് ഈസ് എ റിയലി റിയലി ഗുഡ് പെർഫ്യൂം. ഐ റെക്കമെൻഡ്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് എങ്ങനെയാണ് ഇതൊരു സ്പൈസി നോട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ സ്പൈസി അല്ല, പക്ഷെ ഒരു മീഡിയം സ്പൈസി നോട്ടാണ്. പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ദിസ്, പീപ്പിൾ റെക്കഗ്നൈസ് ദിസ് ഫ്രേഗ്രൻസ്. ഇത് അടിച്ചു പോകുന്ന സമയത്ത് ആൾക്കാർ ചില സമയത്ത് മനസ്സിലാക്കും ഇത് ഇന്ന ബ്രാൻഡാണ് എന്ന്. ഡിയോർ സവാഷ്. ഇതിൻ്റെ ബോക്സ് ഞാൻ ഇവിടെ അഴിച്ചു വെച്ചപ്പോൾ എൻ്റെ അമ്മ എടുത്ത് കളഞ്ഞു. സാധാരണ ഐ കീപ് ഫ്രേഗ്രൻസസ് അതിൻ്റെ ഒറിജിനൽ ബോക്സിൽ തന്നെ വെക്കാറ്. ആൻഡ് ഡിയോർ സവാഷിൻ്റെ ബോക്സ് കാണണം. എന്ത് സെക്സി ബോക്സ് എന്നറിയോ. ഒരു ബ്ലാക്ക് ബോക്സിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അവിടെ ഒരു മറ്റേ ഇങ്ങനെ മോത്തിൻ്റെ തിളങ്ങണ ടൈപ്പിലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇറ്റ്സ് വെരി ഗുഡ്. ഭയങ്കര റിച്ച് പ്രീമിയം ഫീൽ തരുന്നത്. ഇത് ഓതേ പെർഫ്യൂമാണ് ഡിയോർ സവാഷിൻ്റെ. ദിസ് ഈസ് എ 50 ml ബോട്ടിൽ. ഇത് ഇസ് എക്സ്പെൻസീവ്. ഇത് ഞാൻ ലാസ്റ്റ് എൻ്റെ ചേച്ചി വന്ന സമയത്ത്, യു കെയിൽ നിന്ന് വന്ന സമയത്ത് ചേച്ചീനെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചതാണ്. ജിജിത്തേട്ടൻ മേടിച്ചതാണ്, അതായത് എൻ്റെ അളിയൻ മേടിച്ചതാണ് ഡിയോർ സവാഷ്. ഇതാണ് നമ്മുടെ അയാളുടെ പേരെന്നിട്ടാ, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. പുള്ളി ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള പുള്ളി മറ്റേ ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്, എൻഡോഴ്സ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫോർ മെൻ എവർ. ഇപ്പോഴും അതായത് ഇതിൻ്റെ സെക്സിനെസ് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോവില്ല. ദിസ് വിൽ ഓൾവേസ് റിമെയിൻ ഇൻ ട്രെൻഡ്. a lot of people will be using this. നമ്മളിപ്പോൾ ഒരു ക്ലബിലേക്ക് ഇത് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ if you go to a crowded place where there's a lot of there's a lot of fine people around, അങ്ങനത്തെ ഒരു ഒക്കേഷനിൽ there might be a lot of people who is using the same fragrance as you, who is smelling as same as you. പക്ഷേ this is a really good fragrance. If you have the money for it, you should get this one. This is really good. I recommend. എനിക്ക് പിന്നെ ഇത് ഓതേ പെർഫ്യൂം കൂടി ആയതുകൊണ്ട് ഇറ്റ് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഷർട്ടിൽ അടിച്ചിട്ട് നാളെ വരെ നിൽക്കും. അതായത് ഒരുപാട് വെയിലത്തിറങ്ങില്ല, കാറ്റ് വേർത്തില്ല, അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ദിസ് വിൽ റിമെയിൻ സ്റ്റേ ഫോർ എ ലോങ് ടൈം. ലാസ്റ്റ് ടൈം ഒരുപാട് നേരം, 8 hours ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും.
പിന്നെ നല്ല പ്രൊജക്ഷനും ഉണ്ട്. അത് അങ്ങനെയാണ് ഫ്രേഗ്രൻസിൻ്റെ നല്ലതാണോ ചീത്തയാണോ, ഐ മീൻ നല്ലതാണോ എന്ന് അളക്കണത്. എത്ര നേരം നിൽക്കും, എത്ര പ്രൊജക്ഷൻ ഉണ്ട്, എത്ര നോട്ടുകളുണ്ട്, നമ്മളുടെ സ്മെല്ലായിട്ട് എങ്ങനെ അത് ബൈൻഡ് ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അവിടേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി നെക്സ്റ്റ് വൺ. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ബോട്ട് ഫോർ മൈസെൽഫ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ബാംഗ്ലൂർ ആ ഒരു പ്രൊമോഷൻ ഞാനും ജാസ്മിനും കൂടി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഓഫറിൽ കിട്ടിയതുകൊണ്ട് മേടിച്ചൊരു ഫ്രേഗ്രൻസ് ആണ്. ഇത് മേടിക്കാനൊരു കാരണമുണ്ട്. ഞാൻ യാമിയുടെ കൂടെ റംസാൻ്റെ ഒരു ഷൂട്ട് കാണാൻ പോയ സമയത്ത് റംസാൻ്റെ കാറിൽ ഈ സാധനം കിടക്കണ്ടായിരുന്നു. ദിസ് ഇസ് വാട്ട് ഹീ യൂസസ്. യാമിയുടെയിലും ഉണ്ട് ഈ സെയിം സാധനം. അപ്പോൾ ഇതിൻ്റെ ഫ്രേഗ്രൻസ് എൻ്റെ മോളെ, എൻ്റെ മക്കളെ, ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെയാണ് വരണത്. ഇങ്ങനെ ഒരു ബാൻഡും പിന്നെ ഗ്ലാസ് ബോട്ടിലും. CK Everyone കാൽവിൻ ക്ലൈൻ്റെ Everyone ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എനിക്ക് തോന്നുന്നു 7,000 8,000 എന്തോ ആയിരുന്നു. അന്ന് എനിക്ക് ഇത് 4,500 കിട്ടി. ആൻഡ് ഓൾസോ ദിസ് ഇസ് എ 200 ml Eau de Parfum ബോട്ടിൽ വിച്ച് ഇസ് എക്സ്ട്രീംലി ചീപ്പ് കമ്പയർഡ് ടു ദ പ്രൈസ്. അതായത് 200 ml സാധാരണ ഇതിവിടെ ഇരിക്കണതെല്ലാം 50 അല്ലെങ്കിൽ 100 ml ആണ്. ഇത് 200 ml ബോട്ടിലാണ്. നമുക്ക് ഒരു മനസ്സിനൊരു വിഷമമില്ലാതെ അടിച്ചുകൊണ്ട് നടക്കാം. ആൻഡ് Eau de Parfum ആണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഗോസ് റിയലി വെൽ വിത്ത് മൈ ബോഡി ഓർഡർ. എൻ്റെ നാച്ചുറൽ സ്മെല്ലുമായിട്ട് നല്ല മാച്ചുള്ള സാധനമാണ്. ഇനിയിപ്പോൾ നമ്മൾ സീരിയസ് പെർഫ്യൂംസിലേക്ക് കയറി. ഇത് ഞാൻ ഇവിടെ അധികം ആരും യൂസ് ചെയ്ത് കാണാത്തൊരു സാധനമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പറയുന്ന കാൽവിൻ ക്ലൈൻ ആയിക്കോട്ടെ, മോൺ ബ്ലാങ്ക് ആയിക്കോട്ടെ, സൊവോജ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മൾ ഒരു പുറത്ത് പോയി മീറ്റ് ചെയ്യണ ഒരുപാട് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആളുകൾ യൂസ് ചെയ്ത് കണ്ട് പരിചയമുള്ളൊരു സാധനമാണ്. ദിസ് ഈസ് സംതിങ് ഐ ഹാവൻ സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ഹിയർ. ആൻഡ് ദിസ് ബോട്ടിൽ, ഈ ബോട്ടിലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബോട്ടിൽ അടുത്ത് വന്ന് തന്നെ എനിക്ക് കാണിച്ചു തരണം നിങ്ങൾക്ക്. വാ, ഈ ബോട്ടിലൊന്ന് നോക്കിയേ. ദിസ് ലുക്സ് ലൈക്ക് എ ആക്ച്വൽ ഗ്രനേഡ്. അതും ഇതിൻ്റെ ഇതഴിക്കണത് ഇങ്ങനെയാണ്. ഫയർ ഇൻ ദ ഹോൾ. അപ്പോൾ ഇത് വിക്ടർ ആൻഡ് റോൾഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്പൈസ് ബോംബ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഫ്രേഗ്രൻസ് ലൈനാണ്. അതിൻ്റെ Eau de Parfum, അതായത് സ്പൈസ് ബോംബ് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ ഓഫ് ഫ്രേഗ്രൻസ് ആണിത്. ഐ ഡോണ്ട് ഈവൻ നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. എനിക്ക് കുറച്ചുകൂടി ആ വുഡി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നോട്ട്സിനോടാണ് കൂടുതൽ താല്പര്യം. വുഡി, സ്പൈസി, ടുബാക്കോ, വാനില, അങ്ങനത്തെ ഫ്രേഗ്രൻസസിനോടാണ് എനിക്ക് കൂടുതൽ ഇത് വരണത്. ദിസ് ഇസ് സ്പൈസ് ഇൻ എ ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കുരുമുളകും ഈ പറയുന്ന ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി കുത്തി അരച്ച് ഒരു വെള്ളത്തിൽ കലക്കി ഒരു ബോട്ടിലാക്കി തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണിത്. ദിസ് സ്മെൽസ് സോ സ്പൈസി ആൻഡ് സോ അട്രാക്റ്റീവ്. ഇത് ഭയങ്കര എന്താ പറയുക, നമ്മളെ വെൻ യു സ്മെൽ ഗുഡ് പീപ്പിൾ ഫൈൻഡ് യു മോർ അട്രാക്റ്റീവ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണിത്. ആൻഡ് ഐ ഹാവൻ സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ദിസ് വൺ ഹിയർ. ബോട്ടിൽ ഓൾസോ ലുക്സ് വെരി 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 സെക്സി. നമുക്ക് കളക്ഷനിലൊക്കെ വെക്കാൻ ഭയങ്കര രസമുള്ളൊരു ബോട്ടിലാണ്. ഇതെൻ്റെ ചേച്ചി മേടിച്ചെന്നാണ്. സ്പോൺസർഡ് ബൈ മിസ് റോഷ്നി ആൻഡ് ജിജിത്ത്. ഓക്കെ, അപ്പോൾ വിക്ടർ ആൻഡ് റോൾഫിൻ്റെ സ്പൈസ് ബോംബ് ഐ എക്സ്ട്രീംലി സജസ്റ്റ് ദിസ് പെർഫ്യൂം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയി മേടിക്കാം. പക്ഷേ ദിസ് ഇസ് പ്രെറ്റി എക്സ്പെൻസീവ്. എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് മോർ ദൻ 10K ഉണ്ട് ഇതിൻ്റെ വില. 10,000 രൂപയുടെ മുകളിൽ 12,000 അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. Eau de Parfum സ്പൈസ് ബോംബ് എക്സ്ട്രീം. സ്പൈസ് ബോംബിൻ്റെ തന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ്. ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഐ എം ജസ്റ്റ് സജസ്റ്റിംഗ്, ഐ എം നോട്ട് ഫോഴ്സിങ് എനിബഡി ടു ബൈ. നിങ്ങൾക്ക് ഇനി മേടിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ പറയരുത്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വേറൊരു ഫ്രേഗ്രൻസ് ആണ്. ഐ റിയലി റിയലി ലൈക്ക് ദിസ് വൺ. ദിസ് ഈസ് ഓൾസോ എ വെരി വെരി ഫേമസ് ഫ്രേഗ്രൻസ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ദിസ് ഈസ് ഫ്രം വെർസാഷെ. വെർസാഷയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫ്രേഗ്രൻസ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പാർട്ടി ഫ്രേഗ്രൻസ് ഇൻ ദ വേൾഡ്. നൈറ്റ് ഫ്രേഗ്രൻസ്, അതായത് നമുക്ക് പബ്ബ്, ക്ലബ്ബ്, പാർട്ടിങ്, രാത്രിയുള്ള പരിപാടികൾ ഡേറ്റ് നൈറ്റിന് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല. പക്ഷേ കൂടുതലും പാർട്ടി ഫ്രേഗ്രൻസ് ആണ്. നല്ല പ്രൊജക്ഷനുള്ള, ഇംപ്രസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. നോട്ട് എ ഡെയിലി വെയർ, നോട്ട് എൻ ഓഫീസ് വെയർ. ദിസ് ഇസ് സ്പെസിഫിക്കലി എ പാർട്ടി വെയർ.
and this smells so nice. Versace. ഇതൊരു 100 ml ബോട്ടിലാണ്. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഓതേ ടോയ്ലറ്റാണ്. ഇതിൻ്റെ ഓതേ പെർഫ്യൂം ഉണ്ട്. ഇതിൽ കുറേ എറോസിനും ഉണ്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ. റെഡ് ബോട്ടിലുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ മോസ്റ്റ് ഫേമസ് ബോട്ടിൽ. ദിസ് ഇസ് വാട്ട്. ഇതിലൊരു ഇങ്ങനൊരു മാലാഖയോ സിംഹോ അങ്ങനെ എന്തോ ഒരു മുഖമൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ദ പാക്കേജിങ് ഇസ് എക്സ്ട്രീംലി സെക്സി. ബോട്ടിൽ ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ദിസ് ഫ്രേഗ്രൻസ് ഇസ് വെരി ഫേമസ്. ഇതും വൺ ഓഫ് ദോസ് കോമൺ ഫ്രേഗ്രൻസസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ എ ക്ലബ്. നമ്മളൊരു പബ്ബിലോ ക്ലബിങ്ങിനോ പാർട്ടിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ എവിടെയാണെങ്കിലും യു ക്യാൻ ഗെറ്റ് ദിസ് ഈ സ്മെല്ല് പല സ്ഥലങ്ങളിലും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. വേൾഡ് ഫേമസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ മെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഹൈലി റെക്കമെൻഡഡ്. നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്, പക്ഷേ സ്റ്റിൽ പ്രട്ടി എക്സ്പെൻസീവ്. 7,000 ആ റേഞ്ചിൽ വരും, 7 to 10K റേഞ്ചിൽ വരും, വിച്ച് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഇറ്റ് ഈസ് വെർസാഷെ. വേറൊന്നും പറയണ്ടല്ലോ. വെർസാഷെ ഈസ് വൺ ഓഫ് ദ ലക്ഷറി എന്ത് ബ്രാൻഡ് എന്ന് പറയാം അതിനെ, ഡിസൈനർ ബ്രാൻഡ്സ്. ഓക്കെ. ആൻഡ് ദിസ് മൈ പീപ്പിൾ ഈസ് മൈ ഫേവറേറ്റ് ഫ്രേഗ്രൻസ് ഓഫ് ഓൾ ടൈം. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ആദ്യമായിട്ട് പെർഫ്യൂം ലോകത്തേക്ക് അല്ലെങ്കിൽ ഫ്രേഗ്രൻസിൻ്റെ ഇതിലേക്ക് ഹോബിയിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ചേച്ചിനെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ച ഒരു ഫ്രേഗ്രൻസ് ആണിത്. ദിസ് ഇസ് YSL ലൻവി ഡെലോം ഇവി സെയിൻറ്റ് ലോറൻറ്റ്. ഇതിൻ്റെ പേര് പഠിക്കണമെങ്കിൽ തന്നെ കുറേ നാളെടുക്കും. ഇ സെയിൻറ്റ് ലോറൻറ്റ് ല നുയി ഡെ ഹോം എന്നാണ് ഈ ഫ്രേഗ്രൻസിൻ്റെ പേര്. ഐ തിങ്ക് ഇറ്റ്സ് എ ഫ്രഞ്ച് പേരാണ്. YSL is a French brand and this is a designer brand, YSL, which is extremely famous and extremely expensive. 12,000 രൂപ എന്തായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ബോട്ടിൽ മേടിച്ച സമയത്ത്. പിന്നെ ഇത് ഇറ്റ് ഗോട്ട് ചീപ്പർ ഇവൻച്വലി, കാരണം ഇത് കുറച്ച് ഓൾഡ് ഫ്രേഗ്രൻസ് ആണ്. ആക്ച്വലി ഇതല്ല ഞാൻ ഫസ്റ്റ് ഓൺ ചെയ്യുന്ന ബോട്ടിൽ. എൻ്റെ പഴയ വീട്ടിൽ, ഈ വീട്ടിൽ നിന്നും പഴയ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഐ മെയ്ഡ് മൈ സിസ്റ്റർ ബൈ ദ ഫസ്റ്റ് ബോട്ടിൽ ഓഫ് ദിസ് ഫ്രേഗ്രൻസ്. അത് ഞാൻ മുഴുവൻ അടിച്ച് തീർത്തു. അന്ന് നമുക്ക് പെർഫ്യൂമിൻ്റെ വിലയൊന്നും അറിയില്ലല്ലോ. 10,000 രൂപ പടപടയെന്ന് നമ്മൾ അടിച്ച് കോളേജിലല്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അടിച്ച് തീർത്തു. എന്നിട്ട് ആ ബോട്ടിൽ അവിടെ തന്നെ വീട്ടിൽ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൾ വന്ന സമയത്ത് അവളെ കൊണ്ട് മേടിപ്പിച്ചതാണ്. ഇതും തീർന്നു. ഇനി ഇതിലൊരു രണ്ട് സ്പ്രേ, 2-3 സ്പ്രേ ബാക്കിയുണ്ട്. ഇത് ഞാൻ വീണ്ടും മേടിക്കുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് തന്നെ നമ്മുടെ ജാസ്മിൻ ദുബായി പോയി വന്ന സമയത്ത് ജാസ്മിനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചതാണിത്. YSLൻ്റെ സെയിം സാധനം. ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോഷൻ, ബിഗ് ഷോ കഴിഞ്ഞ് ഒരു പ്രൊമോഷന് വേണ്ടി അവൾ പോയി കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീ എന്ന് ഞാൻ പറഞ്ഞ് മേടിപ്പിച്ച ഫ്രേഗ്രൻസ് ആണ്. ഇതാണ് ലൻവി ഡെലോം YSL. ദ ബോട്ടിൽ ഇസ് ദിസ് വൺ ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ്, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഫ്രേഗ്രൻസസ് എന്ന് പറയുന്നത് പെർഫ്യൂം ചൂസ് ചെയ്യുന്ന സമയത്ത് അടിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി ഓർഡറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നാച്ചുറലി എല്ലാ ഹ്യൂമൻ ബോഡിക്കും ഒരു സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പിൻ്റെ മണം, ഈ മണമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പോകുന്നൊരു ഫ്രേഗ്രൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഒരു ടാസ്ക് ആയിട്ടുള്ളത്. എൻ്റെ ബോഡി സ്മെല്ല് അല്ലെങ്കിൽ എൻ്റെ നാച്ചുറൽ ഓർഡറായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്ത് ഫ്യൂസ് ചെയ്ത് പോകുന്നൊരു ഫ്രേഗ്രൻസ് ഈ YSLൻ്റെ ലൻവി ഡെലോമാണ്. ദിസ് ബിക്കംസ് വെരി സെഡക്റ്റീവ്, അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ഈ ഫ്രേഗ്രൻസ് എൻ്റെ ബോഡി ഓർഡറായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് വെരി അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഇറ്റ് ഫീൽസ് വെരി റിയലി ഗുഡ്. അങ്ങനത്തെ ഒരു സാധനം വരും. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ കോംപ്ലിമെൻറ്റ് ഗെറ്റർ ദാറ്റ് ഐ ഹാവ്. എനിക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് സാധാരണ കിട്ടാറുള്ള ഫ്രേഗ്രൻസ് ഇതാണ്. ഇത് അടിച്ച് എവിടെ പോയി കഴിഞ്ഞാലും പീപ്പിൾ ടെൽ മീ, ഓ മൈ ഗോഡ് യു സ്മെൽ സോ ഗുഡ്, അല്ലെങ്കിൽ ഏത് ഫ്രേഗ്രൻസാണ്, ഏത് പെർഫ്യൂം അടിച്ചാണെന്ന് ചോദിക്കും ആളുകൾ. മിനിമം 2-3 പേര് ചോദിക്കും ഇത് അടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് ഇസ് ദിസ് പെർഫ്യൂം. ഡു ട്രൈ ഇറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ലുലുലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കടയിൽ കയറിയിട്ട് ടെസ്റ്റർ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് ഇറ്റ് സൂട്ട്സ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ദിസ് ഇസ് 9,000 11,000 സംതിങ്. ഇത് ഓതേ പെർഫ്യൂം തന്നെ അല്ല, ഇത് ഓതേ ടോയ്ലറ്റാണ്. ഇത് ഓതേ ടോയ്ലറ്റാണ്. പക്ഷേ ദിസ് ലാസ്റ്റ് റിയലി ലോങ്. This goes really good with my own smell, and this is my favorite all-time favorite perfume. അപ്പോൾ ഓൾമോസ്റ്റ് YSLും ലൻവി ഡെലോം ഒക്കെ കഴിഞ്ഞു.
ലെൻമി ഡെലോമിനൊക്കെ തിരിച്ച് നമുക്ക് കുപ്പി കയറ്റാം. ഇനി ഇതിൻ്റെ ബോക്സ് എൻ്റെ നിന്ന് പോയി. ആക്ച്വലി ദിസ് ഈസ് ഓൾസോ സ്പോൺസർഡ് ബൈ മിസ്റ്റർ ദിലീപ് പോൾ. ദിൽച്ചേട്ടൻ്റെ പേര് ഞാൻ എടുത്തെടുത്ത് പറയണത്, പുള്ളി എനിക്ക് അത്രയും സാധനങ്ങൾ മേടിച്ച് തരണോണ്ടാട്ടോ. നമ്മൾ പറയുമ്പോൾ അതായത് എക്സ്പെൻസീവ് ആണോ എന്നൊന്നും നോക്കാതെ എനിക്ക് ആഗ്രഹം എൻ്റെ കളക്ഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളി മേടിച്ച് കൊണ്ടുതരുന്നൊരു പെർഫ്യൂമാണ് ദുബായ് എന്ന് പറയുന്ന സമയത്ത്, അബുദാബി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈം അവർ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ തീർത്തു. ഇതും ദിസ് ഈസ് ഓൾസോ എ ഫ്രേഗ്രൻസ് വിച്ച് ഐ ഹാവൻ സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് അറൗണ്ട് ഹിയർ. ഇവിടെ അധികം ആൾക്കാർ യൂസ് ചെയ്ത് കാണാത്തൊരു സാധനമാണ്. ദിസ് ഈസ് ഫ്രം കാർട്ടിയർ അങ്ങനെ എന്താ കണ്ടാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ, എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ലാലേട്ടൻ ഏതിലായിരുന്നു, അയ്യോ ആ പടത്തിൻ്റെ പേരെന്താ, രാവണപ്രഭുവിൽ പറയണല്ലേ കാർട്ടിയറിൻ്റെ വാച്ചാന്ന് പറഞ്ഞിട്ട് അഴിച്ച് കൈ കൊടുക്കും. ഇതാ സെയിം ബ്രാൻഡാണ്. ദിസ് ഇസ് എ ലക്ഷറി ഡിസൈനർ ബ്രാൻഡ്. ഇത് കഴിഞ്ഞു. ഇതൊരു ഓറഞ്ച് കാർട്ടിയർ, ഇതൊരു ഓറഞ്ച് കളറിലുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. മാൻ, എൻ്റെ YSL കഴിഞ്ഞാൽ അല്ലെങ്കിൽ YSLനോടൊപ്പം പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് ഇത് ഓതേ പെർഫ്യൂമാണ്. ആൻഡ് ദിസ് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം. ഇത് ദിൽചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന സമയത്തുള്ള കഥ എന്താണെന്ന് വെച്ചാൽ പുള്ളി മേടിച്ചിട്ട് വന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ലൈഫിൽ പുള്ളി പൈസ കൊടുത്ത് മേടിക്കുന്ന ഏറ്റവും എക്സ്പെൻസീവ് ഫ്രേഗ്രൻസ് ഇതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് അവർക്കും ഇതേപോലെ പെർഫ്യൂമിനോടുള്ള കമ്പോ ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് പുള്ളി, എനിക്ക് തോന്നുന്നു 700 ദിർഹംസോ 14,000-15,000 രൂപ എന്തോ കൊടുത്തിട്ടാണ് പുള്ളി ഇത് മേടിക്കണം. എൻ്റെ ഉള്ള കളക്ഷനിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രേഗ്രൻസും കൂടിയാണ് കാർട്ടിയർ ഡെക്ലറേഷൻ പെർഫ്യൂം. ഇതും ഞാൻ ഓൺലൈൻ ഇങ്ങനെ ഓരോ വീഡിയോ കണ്ട് റിസർച്ച് ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ പോയി ട്രൈ ഔട്ട് ചെയ്തിട്ട് അവസാനം പുള്ളിനെ കൊണ്ട് മേടിപ്പിച്ച ഫ്രേഗ്രൻസ് ആണ്. ഇത് ദിൽചേട്ടൻ കൊണ്ടുവന്ന സമയത്ത് ദിൽചേട്ടൻ പറഞ്ഞു, എടാ 15,000 രൂപ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവിടെ വെച്ചോന്ന് പറഞ്ഞിട്ട് പുള്ളി പൊട്ടിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി എടുക്കണം എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് ഞാനിത് അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നാച്ചുറൽ ഓർഡറായിട്ട് ഭയങ്കരമായിട്ട് കമ്പൈനായിട്ട് നല്ല പ്രൊജക്ഷനൊക്കെ കിട്ടിയപ്പോൾ രേഖ ചേച്ചി പുള്ളിയുടെ വൈഫ് പറഞ്ഞു ഇത് അവൻ തന്നെയാണ് ചേരണത്, ചേർന്ന് ചേരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാണ്. അപ്പോൾ ദിസ് ഇസ് കാർട്ടിയർ ഡെക്ലറേഷൻ. ഇപ്പോൾ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഫ്രേഗ്രൻസ് വേൾഡിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ചേച്ചിയും ചേട്ടനും പെർഫ്യൂമിന് ഭ്രാന്ത് ഉള്ളവരായി, ജാസ്മിൻ പെർഫ്യൂമിന് ഭ്രാന്തുള്ളവരായി. ദിലിച്ചേട്ടൻ ഇപ്പോൾ എന്നേക്കാളും വലിയ കളക്ഷൻ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ആൻഡ് പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹീ സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് മണി ഫോർ പെർഫ്യൂംസ്. പുള്ളി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്ത് അബുദാബിയിൽ നിന്ന് എനിക്കിങ്ങനെ കാണിച്ചു തന്നു അവരുടെ ഫ്രേഗ്രൻസ് ലൈനിൽ ഒരുപാട് പുതിയ കുറേ എക്സ്പെൻസീവ് സാധനങ്ങൾ പുള്ളി മേടിച്ച് വെച്ചാണത്. അപ്പോൾ അതൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ഐ വിൽ ഡു എ വീഡിയോ ദെയർ ഇഫ് യു ഗൈസ് എൻജോയ് ദിസ്. ഐ മീൻ ഇങ്ങനെ ഞാൻ റാൻറ്റ് ചെയ്യണത് ഫ്രേഗ്രൻസസിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്യാം. സോ ദിസ് ഇസ് കാർട്ടിയർ ഡെക്ലറേഷൻ വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെക്കമെൻഡഡ് പെർഫ്യൂം. ഞാൻ ഈ ലിസ്റ്റിൽ പറയാം. YSLനേക്കാളും നിങ്ങൾക്ക് ചേരുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിരിക്കാം. എൻ്റെ ഈ ആറ്റമൈസർ ആക്ച്വലി ചീത്തയായി. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ കണ്ട വെള്ളം ഇങ്ങനെ സ്ക്വേർട്ട് ചെയ്ത് വരുള്ളൂ, അല്ലാതെ മറ്റേ പോലെ ആറ്റമൈസ് ചെയ്ത് ഭയങ്കര ഫൈനായിട്ട് വരില്ല. പക്ഷെ ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കറിയില്ല. ഡു ട്രൈ ദിസ് ഔട്ട്, ഡു ചെക്ക് ദിസ് ഔട്ട് ഇഫ് യു ഗോ ടു പെർഫ്യൂംസ്. ഇതൊറ്റടി ഇത് അടിക്കണ വഴി ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഏരിയ ഫുള്ള് ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് നിറയും. ഇതൊരു സ്പൈസി വുഡി സെഡാർ വുഡ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. ആൻഡ് ദ സ്മെൽസ് സോ സെഡക്റ്റീവ്. മറ്റ് ഓപ്പോസിറ്റ് സെക്സിൽ, അതായത് ഇപ്പോൾ ഇഫ് യു ആർ എ ഗൈ ദിസ് സ്മെൽസ് സോ ഗുഡ് ഫോർ എ ഗേൾ, ഇഫ് യു ആർ എ ഗേൾ ദിസ് സ്മെൽസ് സോ ഗുഡ് ഫോർ എ ഗൈ, ആൻഡ് ഇറ്റ് മേക്സ് യു റിയലി അട്രാക്റ്റീവ്. സോ ദിസ് ഇസ് ദ കളക്ഷൻ ദാറ്റ് ഐ ഹാവ്. ഇതാണ് മെയിൻലി എൻ്റെ ഉള്ള പെർഫ്യൂം കളക്ഷൻസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ചോദിച്ച എൻ്റെ ഫ്രേഗ്രൻസ് കളക്ഷൻ. ഐ ടോൾഡ് യു ഗൈസ് ഇറ്റ്സ് നോട്ട് ഹ്യൂജ്, ഇറ്റ്സ് നോട്ട് വെരി സ്മോൾ, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട്. ഞാനിപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇത് കൂട്ടണം. എനിക്ക് ഓരോരുത്തർ വരുമ്പോൾ അവരോട് പറഞ്ഞിട്ട് നമുക്ക് മേടിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇന്ന ഫ്രേഗ്രൻസുകൾ മേടിച്ച് തരണം, ഗിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ എഴുതിയറിയിക്കേണ്ട വിലാസം ഖബ്രി പുളിയടക്കണം PO. ഈ അഡ്രസ്സിലേക്ക് വിളിച്ച് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏത് ലിസ്റ്റ് വേണം എന്നുള്ളത് പറയാം. ഇനി ഗൾഫിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ അബ്രോഡ് കാനഡ UK US അവിടെ നിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത്
എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഞാൻ എപ്പോഴും പറഞ്ഞുതരാം ഏതാണ് ഫ്രേഗ്രൻസ് എനിക്ക് വേണ്ടതെന്ന്. ഇതൊക്കെ പോട്ടെ, അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓക്കെ, ഇനി എൻ്റെ കുറച്ച് ഡ്രീം ഫ്രേഗ്രൻസുകളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, എൻ്റെ ഓൾ ടൈം എനിക്ക് ഇതുവരെ മേടിക്കണം എന്ന് ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുള്ള ഒരു കമ്പനി ഈസ് ടോം ഫോർഡ്. ടോം ഫോർഡാണ് പെർഫ്യൂമിൻ്റെ രാജാക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഇൻഡസ്ട്രിയിലെ കിങ് എന്നറിയപ്പെടുന്നത് ടോം ഫോർഡാണ് എന്നെ സംബന്ധിച്ച്, ഇൻ മൈ ഒപ്പീനിയൻ. ആൻഡ് ദെയർ ലൈനപ്പ് ഓഫ് ഫ്രേഗ്രൻസസ് ആർ സോ ഗുഡ്. അവരുടെ കയ്യിൽ മോശമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ടോം ഫോർഡിൽ ഞാൻ ഓൺ ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് ടോം ഫോർഡ് നോയറിൻ്റെ ഒരു ടെസ്റ്റർ ബോട്ടിൽ, നോയർ എക്സ്ട്രീമിൻ്റെ ഓതേ പെർഫം വേപ്പറൈസർ സ്പ്രേ ആണിത്. ഇതിന് തന്നെ പ്രൈസ് വരുന്നത് ഇത് നോട്ട് ഫോർ സെയിൽ, അതിൽ പ്രൈസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിന് തന്നെ പ്രൈസ് ഒരു 1000 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ. 2-3 സ്പ്രേ അതിലുണ്ടാവുള്ളൂ. ഇത് നമ്മൾ ജാസ്മിൻ ടോം ഫോർഡിൻ്റെ ഇത് മേടിച്ച സമയത്ത് അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. ബ്ലാക്ക് ഓർക്കിഡ് ജാസ്മിൻ മേടിച്ചായിരുന്നു, ഒരു 15,000 എന്തോ റേഞ്ചിലുള്ള ഒരു ഫ്രേഗ്രൻസ്. അപ്പം അന്ന് അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. ആ ബ്ലാക്ക് ഓർക്കിഡിൻ്റെ ചെറിയ പോക്കറ്റ് എഡിഷനാണിത്, ടെസ്റ്റർ എഡിഷനാണിത്. ദിസ് ലുക്സ് വെരി ക്യൂട്ട്. ഇത് ഞാൻ ഉപയോഗിക്കാറില്ല, കണ്ടോ? അപ്പം അങ്ങനെ ടോം ഫോർഡിൻ്റെ ടുബാക്കോ വെനി. ഞാൻ പറയുന്നത് എൻ്റെ ഡ്രീം ഇനി മേടിക്കാനായിട്ട് കളക്ഷനിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ഫ്രേഗ്രൻസുകൾ ഒരെണ്ണമാണ് ടോം ഫോർഡ് ടുബാക്കോ വെനി. ഇതാണ് ടോം ഫോർഡിൻ്റെ ടുബാക്കോ വെനി. പിക്ചർ വരുന്നത് 100 ml ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത് ഗെസ് അല്ല, ആലോചിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അടിച്ചു നോക്കുക. 27,600 രൂപ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. 27,000 rupees ഫോർ എ 100 ml ബോട്ടിൽ. ടുബാക്കോ വെനി പല പ്രൈസ് റേഞ്ചിലുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആമസോണിലൊരു പ്രൈസ്, മറ്റേ ഇതിൽ സെഫോറയിലൊരു പ്രൈസ്, അങ്ങനെ പല ഇതിലും പല പ്രൈസാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ടുബാക്കോ വെനിയുടെ 100 ml പ്രൈസ് വരുന്നത് 36,000 എന്തോ ആയിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വേ ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ് അല്ല, ഔട്ട് ഓഫ് മൈ സാലറി. എൻ്റെ ഒരു മന്ത്ലി ഇൻകത്തിനേക്കാളും പുറത്താണ് അത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. പിന്നെ ദയാമനസ്കരായ എൻ്റെ ചേട്ടനോ ചേച്ചിയോ ചേട്ടന്മാരോ ആരെങ്കിലും എൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരും. പിന്നെ ടോം ഫോർഡിൻ്റെ തന്നെ അനദർ റിയലി ഗുഡ് ഫ്രേഗ്രൻസ്. ഇത് ഈ ടുബാക്കോ വെനി ഐ ഹവ് നെവർ സീൻ ഇറ്റ് എനിവെയർ ഇൻ എ സ്റ്റോർ. കടയിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇന്ത്യയിൽ ഒരു എയർപോർട്ടിലും ഒരു സ്ഥലത്തും ടുബാക്കോ വെനി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ടോം ഫോർഡിൻ്റെ കിട്ടുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്, വിച്ച് ഇസ് റിയലി റെക്കമെൻഡഡ് ഫോർ മെൻ. ഓംബ്രെ ലെതർ ഫ്രേഗ്രൻസ് ഇഷ്ടമുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ ട്രൈ ചേരുന്നൊരു സാധനമാണ്. വിച്ച് ലാസ്റ്റ് ഫോർ വെരി ലോങ്. ഓതേ പെർഫമാണ്. എക്സ്ട്രീംലി ഗുഡ്, ആബ്സല്യൂട്ട്ലി മാൻലി ഫ്രേഗ്രൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ടുബാക്കോ വെനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടുബാക്കോയും വാനിലയും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു നോട്ടാണ് എൻ്റെ മക്കളെ. ദിസ് ഇസ് അനദർ ഫ്രേഗ്രൻസ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഓൺ. എൻ്റെ ഒരു ഡ്രീം കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ദ നെയിം ഓഫ് ദ ഫ്രേഗ്രൻസ് ഈസ് ക്രീഡ് അവൻറ്റസ് ഓർ ദ പെർഫം. ക്രീഡ് അവൻറ്റസ് വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫ്രേഗ്രൻസ് ഇൻ ദ വേൾഡ് ഫോർ മെൻ. 40,000 രൂപ, വെറും 40,000 രൂപയാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ, 100 ml ബോട്ടിലിന് വരുന്നത്. ആൻഡ് ഐ ഹവ് സീൻ സം പീപ്പിൾ യൂസ് ഇറ്റ് ഇൻ കേരള. ഇത് ഉപയോഗിക്കുന്ന 1-2 പേരെ എനിക്കറിയാം. ആൻഡ് ഇറ്റ് സ്മെൽസ് സോ നൈസ്, സോ സെഡക്റ്റീവ്, അട്രാക്റ്റീവ്, ഭയങ്കര റേഞ്ചുള്ള, ഭയങ്കര എന്താ പറയുക അതിനെ, ഇങ്ങനെ നമ്മളെ വലിച്ച് മാഗ്നറ്റിക് പവറുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ മെൻ. പിന്നെ JPG ജോൺ പോൾ ഗോട്ട്ലിയറിൻ്റെ ലമേൽ ഓതേ പെർഫം ഉണ്ട്. അതെനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളതാണ്. ആൻഡ് ദാറ്റ് ബോട്ടിൽ ലുക്സ് റിയലി നൈസ്. ഞാൻ കാണിച്ചു തരാം. വിച്ച് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇതൊരു 6,000-7,000 രൂപയ്ക്കൊക്കെ കിട്ടും. ഇത് ലുക്സ് ലൈക്ക് ഭയങ്കര പംഡപ്പായിട്ടുള്ളൊരു ആണിൻ്റെ ശരീരമാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ പെമ്പിള്ളേർക്കും ഉണ്ട്. JPG ലമേൽ ല പെർഫം which is really good. Asaro most wanted, another really good fragrance. ഇതൊക്കെ എനിക്ക് മേടിക്കണം എന്ന ആഗ്രഹമുള്ള സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
ഊദ് വുഡ്, ടോംഫോർഡിൻ്റെ ഊദ് വുഡ് ഓൾസോ എക്സ്ട്രീംലി ഗുഡ്. അതൊരു 27,000-28,000 രൂപ വരും, വിച്ച് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂൾ വാട്ടർ ഒന്നും ഞാൻ ആരും ഉപയോഗിക്കരുതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം കൂൾ വാട്ടർ വാസ് എ സിഗ്നേച്ചർ ഫ്രേഗ്രൻസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലെജൻഡറി ഫ്രേഗ്രൻസ് എന്നൊക്കെ പറയാം. കാരണം എല്ലാവരും ഉപയോഗിച്ച് ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ കൂൾ വാട്ടറിൻ്റെ ട്രെൻഡ് പോയി. കാരണം ഇപ്പോൾ എവിടെ ചെന്നാലും കൂൾ വാട്ടർ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി. കൂൾ വാട്ടർ ഇസ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് റിയലി ലൈക്ക്. എനിക്കിഷ്ടമല്ല കൂൾ വാട്ടർ. ഇനി ഷാറുഖ് ഖാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. അത് എന്തായിരുന്നു, നമ്മുടെ ലണ്ടൻ, ഏതോ ഒരു ഇതിൻ്റെ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനവും, പിന്നെ പുള്ളി ഉപയോഗിക്കുന്നത് ഡിപ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആൻഡ് നോട്ട് വർത്ത് ഇറ്റ്. ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപയുടെ മുകളിലൊരു പെർഫ്യൂമിന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത്രയും റിച്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഒരു 2,000 തൊട്ട് ഒരു 7,000 രൂപയുടെ ഇടയ്ക്ക് കിട്ടാവുന്ന ഇഷ്ടംപോലെ അടിപൊളി ഫ്രേഗ്രൻസുകളുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചെന്ന് പറഞ്ഞതൊക്കെ ഭൂരിഭാഗവും അങ്ങനത്തെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഡു ട്രൈ ദോസ് ഇഫ് യു റിയലി വോണ്ട് ടു സ്മെൽ ഗുഡ്. സ്മെല്ലിംഗ് ഗുഡ് ഇസ് എ ഹാബിറ്റ് which is something which makes you really attractive. I mean more attractive than you actually are. അതായത് നമ്മൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ വിസിബിൾ ഇത് തന്നെ. നമ്മുടെ 5 സെൻസസ് ഉണ്ടല്ലോ, 5 സെൻസസ് ഉണ്ട്. സ്മെല്ല്, ടച്ച്, വിഷൻ, ടേസ്റ്റ്. അപ്പോൾ നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമുക്ക് അവരെ തൊടാനോ ടേസ്റ്റ് ചെയ്യാനോ അത്ര എളുപ്പത്തിൽ പറ്റില്ല. അപ്പോൾ ആദ്യം കാണാനും കേൾക്കാനും സ്മെൽ ചെയ്യാനാണ് പറ്റുന്നത്. അപ്പോൾ ആ 3 സാധനങ്ങളും, അതായത് ഡ്രസ് ഗുഡ്, ഐ മീൻ ലുക്ക് ഗുഡ്, സ്മെൽ ഗുഡ് ആൻഡ് സ്പീക്ക് ഗുഡ്. വെൻ യു സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, സ്പീക്ക് വിത്ത് എ ഗുഡ് വൊക്കാബുലറി, ഗുഡ് ആക്സെൻറ്റ്. അപ്പോൾ അതൊക്കെ ഇത് ഡ്രസ് വെൽ, കുളിച്ച് വൃത്തിയായി നടക്കുക, നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഡു നോട്ട് ഡ്രസ് ടു ഇംപ്രസ്. ഐ വുഡൻറ്റ് സേ ഡ്രസ് ടു ഇംപ്രസ്, ഡ്രസ് ടു എക്സ്പ്രസ്. നിങ്ങൾ ആരാണെന്നുള്ളതൊരു എക്സ്പ്രഷനിൽ കൊടുക്കുക. പക്ഷേ ലുക്ക് ഗുഡ് ആൻഡ് സ്മെൽ ഗുഡ്. സോ ദീസ് ആർ ദ പ്രൈമറി 3 കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. പെൺകുട്ടികൾക്കുള്ള ഫ്രേഗ്രൻസുകളെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ഉള്ള പെൺകുട്ടികൾക്ക് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ട്രൈ ഔട്ട് ഗൂച്ചിയുടെ എന്താ ഫ്ലോറ, അല്ലെങ്കിൽ വെർസാഷയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ JPGയുടെ ഫീമെയിൽ ഫ്രേഗ്രൻസുകളുണ്ട്, ആൻഡ് അനദർ ലവ് മൊഷീനോൻ്റെ ഗേൾ എന്നോ ടോയ് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, വിച്ച് ഈസ് absolutely amazing for women. Check those fragrances out and do let me know in the comments what you think. നിങ്ങൾ എവിടെയെങ്കിലും ലുലുലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂം സ്റ്റോറിലൊക്കെ പോയിട്ട് ഇതൊക്കെ ടെസ്റ്റ് അടിച്ച് നോക്കുക. എയർപോർട്ടിൽ ട്രാവൽ ചെയ്യണ ഒരു ഇതിൻ്റെ ടെസ്റ്ററൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് ഏതാണെന്ന് എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് ഏതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ താല്പര്യമുള്ള ഫ്രേഗ്രൻസ് ഏതാ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദാറ്റ് ഈസ് ദിസ്, ഐ മീൻ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളെല്ലായ്പ്പോഴും പറയാനുള്ള പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോ. ബൈ.